പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിന്റെ ഭീഷണി നടിയും പ്രൊഡ്യൂസറുമായ സാന്ദ്ര തോമസിനെതിരെ. ഇത് ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സാന്ദ്ര തോമസിൻ്റെ അടുത്ത് ഒരു വധഭീഷണിയാണ് മുഴക്കിയത്. കൂടുതൽ നീ വിളയണ്ട, പെണ്ണാണ്, നീ തല്ലിക്കൊന്ന് കാട്ടിക്കളയും എന്ന് ആ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് പറഞ്ഞു എന്നാണ്. അത് കൃത്യമായിട്ട് അത് വാട്സാപ്പിൽ പറഞ്ഞതാണ്. ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചി കമ്മീഷണർക്കാണ് സാന്ദ്ര തോമസ് പരാതി കൊടുത്ത് 2 മാസമായി. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. വധശ്രമ ഭീഷണി തന്നെ, ശബ്ദ സന്ദേശമുണ്ട്, തെളിവുമുണ്ട്. അവരുടെ 164 മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തിരിച്ചിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പെപ്കയിലെ അംഗമായ പ്രൊഡക്ഷൻ കൺട്രോളർ 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു ഭീഷണിക്ക് പുറമെ ഒരു നഷ്ടപരിഹാര കേസ് എങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഇപ്പം സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. കാരണം പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്, വീട് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, കാറ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റിക്കുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചെടുത്തോളൂ, എനിക്കതിന് തടസ്സമൊന്നുമില്ല എന്നുള്ളൊരു കമൻറ്റും അവർ പറയുകയുണ്ടായി. ഇന്ന് തൻ്റെ പരാതി വാങ്ങിച്ച് പോലീസ് മുന്നോട്ട് പോയെങ്കിലും റെനി ജോസഫിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസ് ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളറുടെ ആവശ്യം സിനിമാ രംഗത്ത് ഇല്ല എന്നതാണ്. അവർ പ്രൊഡക്ഷൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇവരുടെ വ്യക്തിപരമായ അഭിപ്രായം. വധഭീഷണി സ്ഥിരീകരിച്ച് റെനി ജോസഫ് പെപ്കയിലെ മെമ്പറായ അദ്ദേഹം വാട്സാപ്പിൽ സന്ദേശം പുറത്തു വന്നു. പ്രൊഡക്ഷൻകാരുടെ രീതി കാലോചിത മാറ്റം വേണമെന്നൊരു അഭിപ്രായം മാത്രമാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. കാരണം അവരെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അതിലപ്പുറം മറ്റൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ മൊഴി മജിസ്ട്രേറ്റ് 164 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് തടസ്സം? വധഭീഷണി അതിനകത്തുണ്ട്, അത് റെക്കോർഡഡ് ആണ്, വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മതിയല്ലോ ഡയറക്റ്റ് എവിഡൻസ് ആയില്ലേ? അതിന് സാക്ഷികളൊന്നും ആവശ്യമില്ലല്ലോ. അവരെ കേസിന് ഇയാളെ അറസ്റ്റ് ചെയ്ത് അത് പോലീസിന് അത് അന്വേഷണത്തിൽ അത് ബോധ്യമായെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ള മെസ്സേജ് അല്ലെങ്കിൽ ആ സന്ദേശം അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് കൃത്യമാണെങ്കിൽ എന്തിനാണ് സംശയിക്കുന്നത്? അറസ്റ്റ് ഉണ്ടാകാമല്ലോ. അല്ലെങ്കിൽ അവർ ഇത് സംബന്ധിച്ച് ഇപ്പം പറയുന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാതിരിക്കാൻ കഴിയില്ല. അവരതൊരു ഭീഷണിയാണ്, വധഭീഷണിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. മാർച്ച് മാസം നൽകിയ പരാതിയിൽ ഇതുവരെ നടപടി മറ്റൊന്നും ഉണ്ടായില്ല, അറസ്റ്റ് ഉണ്ടായില്ല എന്നാണ് അവരുടെ പരാതി. അതുകൊണ്ട് റെനി ജോസഫ് പെപ്കയുടെ അംഗമായതും പെപ്ക അതിശക്തമായി ഇവരെ പിന്താങ്ങുന്നത് കൊണ്ടും ആണ് മറ്റ് നടപടിയിലേക്ക് പോലീസ് പോകാത്തതെന്നാണ് അവരുടെ അഭിപ്രായം. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രാത്രി തന്നെ ഈ ഭീഷണി മുഴക്കി. അപ്പോൾ രാത്രിയിലായതുകൊണ്ട് കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ്, രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. വീണ്ടും അയാൾ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. അയാളുടെ ശല്യമായി. അത് രാത്രി തന്നെ വധഭീഷണി ഉള്ളത് കൊണ്ട് പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് രാത്രി ഒരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടിക്ക് എത്തി. ആ വധഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് അത് പോലീസ് സംരക്ഷണം നൽകുകയും പിന്നീട് രാവിലെ വന്ന് FIR തയ്യാറാക്കുകയും ചെയ്തെന്നുള്ളത് കൃത്യമാണ്. പോലീസിന് ആ വധഭീഷണി കണ്ടപ്പം അതിനകത്ത് കാര്യമായ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് രാത്രി തന്നെ അവിടെ ആൾക്കാരെ അയച്ചതും പോലീസിനെ അയച്ചതും പിന്നീട് FIR രജിസ്റ്റർ ചെയ്തു. പെപ്കയുടെ യൂണിയൻ ശക്തി കൂടുതലായതുകൊണ്ടാണ് പെപ്ക ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ മടിക്കുന്നതെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. അവർ നടിയായിട്ടും പ്രൊഡക്ഷൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയായതുകൊണ്ട് അവർക്ക് സിനിമാ ലോകത്ത് അവർക്ക് ധാരാളം ആൾക്കാർ അവരെ സഹായിക്കാനുണ്ട്. പെപ്കയിലെ അംഗമായ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം ഫോൺ കോളുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതും അവർ പറയുന്നുണ്ട്.
എന്തായാലും പോലീസ് ഇനി തുടർ നടപടികൾ ചെയ്ത് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കണം. കാരണം അത് വലിച്ചു നീട്ടരുത്. അത് മറ്റ് പ്രതികൾക്ക് മറ്റ് ചില കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഭീഷണിയായിട്ടോ അല്ലെ ചെയ്യാനുള്ള ഒരു പ്രേരകമായിട്ടോ വരും. നടപടികൾ കൃത്യമായിട്ട് പോകണം. പോലീസ് ഇല്ലെങ്കിൽ കേസ് റെഫർ ചെയ്ത് കളയുക. അവർ മറ്റു മാർഗങ്ങൾ നോക്കട്ടെ. അതിനകത്തൊരു ഒഫൻസ് ഉണ്ട് എന്ന് തന്നെ പോലീസിന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് എഫ്ഐആർ എടുത്തത്. രണ്ടാമത് അവരുടെ 164 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ അവരുടെ മൊഴി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നിയമപരമായി വേണ്ടത് എന്നെനിക്ക് തോന്നുന്നില്ല. അത് കുറ്റചാർജ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം.